മുതലപ്പൊഴി അപകടത്തിൽപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ച് വി മുരളീധരൻ MLA. മുതലപ്പൊഴി ദുരന്തത്തിൽ മരണപ്പെട്ട ഫ്രീമോന്റെയും കാണാതായ ഷിജിന്റെയും വീടുകളിലെത്തി MLA കുടുംബത്തെ ആശ്വസിപ്പിച്ചു. നോർത്ത് ജില്ലാ പ്രസിഡന്റ് SR രജികുമാർ, BS അനൂപ്, പൂവണത്തുമൂട് ബിജു, വിജീഷ്, അഞ്ചുതെങ്ങ് സജൻ, NS സജു, ഒറ്റൂർ മോഹൻദാസ് തുടങ്ങിയവർ MLAയോടൊപ്പം ഉണ്ടായിരുന്നു. ഹീനമായിട്ടുള്ള ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ളത്. മനുഷ്യജീവൻ, ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ്. അത് ഒന്നാണോ 148 എന്നുള്ളതല്ല പ്രധാനം. ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ്. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു നാടിൻ്റെ ഭരണാധികാരിയിൽ നിന്ന് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ളത് മലയാളികളെ മുഴുവൻ തന്നെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം. അദ്ദേഹം ആ പ്രസ്താവന പിൻവലിച്ച് ആദ്യം മാപ്പ് പറയണം ഈ കേരളത്തിലെ ജനങ്ങളോട്. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 148 പേര് മരിച്ചു അല്ലെങ്കിൽ കാണാതായി. ഈ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ 4 എണ്ണല്ലേ ആയുള്ളൂ എന്ന് പറഞ്ഞാൽ 147 പേർ കാണാതാകുന്നത് വരെ ഈ സർക്കാർ ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. മാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ മറ്റൊരു പരാമർശമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഇതിനു മുൻപ് ഇതുപോലെയുള്ള സംഭവങ്ങൾ നടന്നപ്പോൾ കടൽ തീരത്ത് അന്വേഷിക്കാൻ പോയപ്പോൾ ഉണ്ടായ പ്രതികരണം നമുക്കെല്ലാവർക്കും അറിയാം. എന്താ അദ്ദേഹം ഉദ്ദേശിച്ചത്? അതിൻ്റെ അർത്ഥം അത് തീരദേശ മേഖലയിലുള്ള ജനങ്ങളെ മുഴുവൻ തന്നെ അവഹേളിക്കുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. തീരദേശ മേഖലയിലുള്ള ആളുകൾ സംസ്കാരശൂന്യരാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണം. അങ്ങനെയുള്ള പ്രതികരണമാണ് ഒരു ഭരണാധികാരിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. മാത്രമല്ല, ഇവിടെ 8 ദിവസമായിട്ട് ഈ സംഭവം നടന്നിട്ട് ഇന്ന് 9ാമത്തെ ദിവസമാണ്. 31-ാം തീയതി വൈകുന്നേരം ഈ സംഭവം നടന്ന് അടുത്ത ദിവസം ഉച്ചവരെ ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന്റെയും നടപടികൾ ഉണ്ടായില്ല. പോലീസ് എത്തിയില്ല, കോസ്റ്റ് ഗാർഡ് എത്തിയില്ല, നേവി എത്തിയില്ല. പേരിന് അന്ന് അടുത്ത ദിവസം രാവിലെ തുടങ്ങി, അതും വളരെ വൈകിട്ടാണ്. ഞാനിപ്പോൾ ഈ വീട്ടിൽ ഷിജിന്റെ ഭാര്യയായിട്ട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞത് അതിരാവിലെ, ശരി രാത്രി സംഭവം നടന്നു, അതിരാവിലെ ഈ തെരച്ചിൽ തുടങ്ങുമെന്നാണ്. പക്ഷെ നേരം വെളുത്ത് വളരെ വളരെ വൈകിട്ടാണ്. യാതൊരു മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനങ്ങളില്ല. അവിടെ രാത്രി ഒരു ലൈറ്റിംഗ് സംവിധാനമില്ല, ഒരു ലൗഡ് സ്പീക്കർ സംവിധാനമില്ല. ഇത് കേരളത്തിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട്, മുതലപ്പൊഴി മാത്രമല്ല, കേരളത്തിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ എത്രയോ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദുരന്തത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആവശ്യമായിട്ടുള്ള മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ് സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അതിനു പകരം ഇപ്പോൾ അതിനെ ന്യായീകരിക്കുകയും രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ചകളും അതുപോലെ കാലതാമസവും, ആ കാലതാമസം ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പോരായ്മയാണ് എന്ന് ഏറ്റുപറയുന്നതിന് പകരം, അത് തിരുത്താനുള്ള നടപടികൾ എടുക്കുന്നതിന് പകരം അതിനെ ന്യായീകരിക്കുകയും എണ്ണത്തിന്റെ കണക്ക് പറഞ്ഞ് ഇതുപോലെയുള്ള പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നത് ഒരു ഭരണാധികാരിക്ക് ഭൂഷണമായിട്ടുള്ള ഒരു സമീപനമല്ല. മാത്രമല്ല, ഇത്രയും ദിവസമായിട്ട് ഫിഷറീസ് വകുപ്പ് മന്ത്രി ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. തലസ്ഥാന വാർത്തകൾ, അഞ്ചുതെങ്ങ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Fashion Jewelry, Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.